ഹായ് ഫ്രണ്ട്സ്, മഴതോര് മുമ്പേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഗംഗേട്ടൻ ബാലചന്ദ്രനോട് സംസാരിച്ചിട്ട് താഴോട്ട് ഇറങ്ങി വരികയാണ്. ഈ സമയം അലീന രാവിലെ എല്ലാവർക്കും കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗേട്ടൻ ഇറങ്ങി വരുമ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട്, എന്തായി വലിച്ച, ബാലചന്ദ്രൻ അങ്ങളോട് സംസാരിച്ചോ, എന്നിട്ട് എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് പിന്നെ മനു പകയാണ്, അതങ്ങോട്ട് അടങ്ങുന്നില്ല. ആരോടാണെന്ന് മനു ചോദിക്കുമ്പോഴേക്കും എല്ലാവരോടും, പ്രത്യേകിച്ച് വൈജയോട്, അതടങ്ങാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഗംഗേട്ടൻ പറയുമ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട്, അതിനി കുറയാൻ ഒരു മാർഗ്ഗമില്ലേ, അതൊന്ന് മാറി കിട്ടാൻ വേറെ ഒരു വഴിയുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ വൈജ, അവൾ വിചാരിച്ചാൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അവൾ മാറണം, അവൾ അലിയണം, എല്ലാം മറന്ന് എല്ലാവരെയും സ്നേഹിക്കണം, അപ്പോഴേ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് ഗംഗേട്ടൻ പറയുകയാണ്. അപ്പം മനു പറയുന്നുണ്ട്, പിന്നെ ആൻറ്റിയല്ലേ, ആൻറ്റി ഒരു മില്ലിമീറ്റർ പോലും മാറുകയില്ല. നമുക്കൊക്കെ ആൻറ്റിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതല്ലേ, ആൻറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, അവൾ മാറിയേ പറ്റുള്ളൂ, അല്ലാതെ ഇനി ഒരു കാര്യങ്ങളും മുന്നോട്ട് പോയില്ല. ഇതെങ്ങനെ ഇനി സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ തന്നെ ഇങ്ങനെ വിഷമിച്ച് പറയുകയാണ് ഗംഗേട്ടൻ. അപ്പം മനു പറയുന്നുണ്ട്, നമുക്കൊരു ക്ലൂ കൊടുത്താലോ എന്ന്. ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് ശരിയാവില്ല. ഈ ദ്രോഹം മൊത്തം ചെയ്യുന്നത് സ്വന്തം മകളോടാണെന്ന് അവൾ തിരിച്ചറിയുന്ന നിമിഷം അവൾ ആകെപ്പാടെ തകർന്നു പോകും. പിന്നെ ബാലചന്ദ്രനെ ഫേസ് ചെയ്യാനോ അവളുടെ മക്കളെ ഫേസ് ചെയ്യാനോ നമ്മളെ ഫേസ് ചെയ്യാനോ പോലും അവൾക്ക് പറ്റില്ല. പിന്നെ അവൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ആ ഒരു രീതിക്ക് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം മനുവിനും ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതൊന്നും അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പോഴേക്കും അലീന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് വെച്ചിട്ട് ഇവരെ കാത്തിരിക്കുകയാണ്. ആ സമയം ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് മനുവിനോട്, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന്. അത് കേട്ടോണ്ട് തന്നെ ഉടനെ അലീന പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിരിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുകയാണ്. വേണ്ട മോളെ, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം, മോൾ ഇനി അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ടെന്ന് തന്നെ ഗംഗേട്ടൻ അലീനയോട് പറയുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഇനി അത് നിങ്ങൾ കഴിക്കാതെ പോയാലേ എനിക്ക് വിഷമാവുന്നെന്ന് പറയുകയാണ് കേട്ടോ. ആ സമയം തന്നെ ബാലചന്ദ്രൻ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗാധര മേനോൻ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാണെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്കാണെന്ന്. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരോടുമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പറയുകയാണ്. എല്ലാവരും ഫുഡ് കഴിച്ചിട്ടേ പോകാവുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകൂലേ എന്നുള്ള രീതിയിൽ തന്നെ അലീന സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അലീന ഫുഡ് എടുത്ത് വെച്ചിട്ട് വിളിക്കുമ്പോഴേക്കും ഗംഗാധരൻ ഒരു മടിയാണ് കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വാ ഗംഗേട്ടാ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം, നമുക്കിടയിലുള്ള കയ്പ് ഫുഡിലേക്ക് വരുത്തണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനു ഗംഗാധര മേനോനോടായിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിളും ഹോസ്പിറ്റലിലേക്കാ, ഇനി ഞാൻ വരണമെന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ആണോ, എന്നാൽ പിന്നെ ഞാൻ ബാലൻ്റെ കൂടെ പൊക്കോളാം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ എൻ്റെ കൂടെ പോരെ, അവിടെ ഹോസ്പിറ്റലിൽ വൈജനെയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ തന്നെ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാം എയർപോർട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനുവിനോടായിട്ട് പറയുന്നുണ്ട്, ഗംഗേട്ടൻ്റെ ലഗേജൊക്കെ എൻ്റെ വണ്ടിയിലോട്ട് എടുത്ത് വെച്ചേക്കണമെന്നൊക്കെ. മനു എടുത്ത് വെച്ചേക്കാന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് എല്ലാവരും യാത്രയാകാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ആ സമയത്ത് ഗംഗാധര മേനോൻ കൃഷ്ണമോളോടും അലീനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഈ സമയം ലഗേജൊക്കെ എടുത്ത് മാറ്റി അപ്പുറത്തെ വണ്ടിയിലോട്ട് വെക്കുകയാണ് കേട്ടോ മനു. എന്നിട്ട് ഗംഗാധര മേനോൻ അലീനയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നമ്പർ നിനക്ക് തരാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് കൃഷ്ണമോളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗംഗാധര മേനോൻ ഇറങ്ങുന്നത്. ഇറങ്ങി പോരുമ്പോഴും വണ്ടി കയറുന്നതിന് മുമ്പും തിരിഞ്ഞു നിന്ന് അലീനയ്ക്കും കൃഷ്ണമോൾക്കും ഒക്കെ ഒരു ടാറ്റ കൊടുത്ത് പോവാന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി ബാലേന്ദ്രൻ്റെ കൂടെ പോവുകയാണ് ഗംഗാധര മേനോൻ. ആ സമയം മനു അവിടെ ഉണ്ടല്ലോ. മനു വന്നിട്ട് തിരിച്ച് കയറി വന്നിട്ട് അലീനയോടും കൃഷ്ണമോളോടുമായിട്ട് പറയുന്നുണ്ട്, വെള്ളിച്ചം വന്നതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമായത്, ഇല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചേനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതെ, അല്ലെങ്കിൽ എന്താവുമായിരുന്നു, അന്ന് തന്നെ അവരെന്നെ പിടിച്ചോണ്ട് പോയിട്ട് എന്ത് ചെയ്യാനായിരുന്നു അവരുടെ ഉദ്ദേശം, എന്നെ കൊല്ലാനായിരുന്നോ അവർ പ്ലാൻ ചെയ്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരു സംശയത്തോടെ ചോദിക്കുകയാണ് കേട്ടോ അലീന. അപ്പം മനു പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അതേക്കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അകത്തോട്ട് കയറി പോവുകയാണ് എല്ലാവരും. അന്നേരം മനു അവരോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് നീ എന്നെ ആദ്യം മുതൽ തന്നെ പറ്റിക്കുകയല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയല്ല മനുവേട്ടാ, ഞാൻ പറ്റിക്കുകയൊന്നും അല്ലായിരുന്നു, എനിക്കിതൊക്കെ തുറന്നു പറയാനുള്ള അധികാരമോ അല്ലെങ്കിൽ അതിനുള്ള അവകാശമോ എനിക്കില്ലെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയാതിരുന്നേ, ശരിക്കും പറ്റിച്ചത് മുത്തശ്ശനല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അതെ, ശരിക്കും ആ ആള് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും പറയാതെ അങ്ങ് പോയി കളഞ്ഞു, അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള കാരണമെന്നും പറയുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇനിയുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാകുക, മേഡം വന്നു കഴിയുമ്പം ഇനി എന്താ തീരുമാനിക്കുന്നത്,
ഇവിടെ തന്നെ താമസിക്കുമോ, അല്ലെങ്കിൽ അച്ഛനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഡിവോഴ്സായി പോവുമോ, അതൊക്കെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത ടെൻഷനാണെന്നൊക്കെ പറയാണ് കേട്ടോ. മനുവിനാണെങ്കിലും അതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. പ്രത്യേകിച്ച് അലീന വൈജയെ മേഡോന്ന് വിളിക്കുന്ന കേൾക്കുന്ന ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അത് അലീനയ്ക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അലീന പറയുന്നുണ്ട്, അറിയാവുന്നവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോഴും അമ്മയെന്ന് വിളിക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. പക്ഷേ അറിയാത്തവർ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോഴും അറിയാതെ അത് ആവർത്തിച്ചാലോ എന്ന് ഓർത്തിട്ടാ ഞാൻ അങ്ങനെ ഒന്നും പറയാത്തതെന്ന് പറയുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എന്നോട് ഇതൊക്കെ കാണിക്കുമ്പോഴും എന്നോട് ദേഷ്യപ്പെടുമ്പോഴും എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ഒന്നും എനിക്ക് ഒന്നും തന്നെ തോന്നാറില്ല, അമ്മയോട് ദേഷ്യമൊന്നും തോന്നാറില്ല എന്ന് പറയുകയാണ്. കാരണം അമ്മയ്ക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് അലീനയ്ക്ക് വൈജയോട് ദേഷ്യമൊന്നും തോന്നാറില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, അങ്ങനെ സങ്കടവും ദേഷ്യമൊന്നും വരാത്തത് അലീനയെ സ്നേഹിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന കുറച്ച് പേര് അലീനയ്ക്ക് ചുറ്റും ഉള്ളതുകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, അത് നേരാ മനുവേട്ടാ, ശരിക്കും ഈ സംഭവം ആദ്യം അറിയുന്നത് അച്ഛനാണല്ലോ. അച്ഛൻ ഇത് അറിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം ഉപേക്ഷിച്ച്, ഈ വീട്ടിലുള്ള എല്ലാവരെയും ഉപേക്ഷിച്ച് എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാനാണ് തോന്നിയത്. പക്ഷേ അച്ഛൻ എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ കൃഷ്ണമോളോടും പറഞ്ഞു. അതിനുശേഷം ഇവക്കെന്നോട് എന്ത് സ്നേഹമാണെന്നറിയാവോ. ആ സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അച്ഛൻ ഇവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ അതൊന്നും കാണിച്ചില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, കള്ളി, അപ്പോൾ എല്ലാം മനസ്സിൽ വെച്ചോണ്ട് എന്നോട് അതൊന്നും പറഞ്ഞില്ലല്ലേ, എൻ്റെ അടുത്ത് അതൊന്നും കാണിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുകയാണ്, നീ എൻ്റെ അടുത്തും കാണിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒരുപാട് സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമായാലോ എന്ന് ഓർത്തിട്ടാ മോളെ ഞാൻ അങ്ങനെ കാണിക്കാതിരുന്നത്. പക്ഷേ ചില സമയത്ത് ഇവൾ എന്നെ അത്രത്തോളം സ്നേഹിച്ച് കഴിയുമ്പോൾ ഞാൻ മാറിയിരുന്ന് സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ടെന്നും പറയുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അപ്പോഴും ഞാനൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, ഞാൻ വെറും പൊട്ടനെ പോലെ ഞാൻ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ടും മനു പറയുന്നുണ്ട്, ശരിക്കും ഇത് അലീന ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, നീയും രേവതിക്കുട്ടിയും കൂടെ സംസാരിക്കുന്ന ഒരു വോയിസ് അങ്കിള് കേട്ടു. അത് അങ്കിൾ അറിഞ്ഞതിന് ശേഷം കൃഷ്ണമോളോട് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, അല്ലാതെ അലീനയായിട്ട് ആരോടും തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതും നേരാ, ഈ രീതിയിലല്ലാതെ എല്ലാവരോടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണമോളോടും ബബിതയോടും രോഹിത്തിനോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചേച്ചിയുടെ സ്ഥാനത്താണ് ഞാൻ. അതുപോലെ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താ സാറിനെ ഞാൻ കാണുന്നതെന്ന്. അതുപോലെ മേഡത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു മോളെ പോലെ കാണണം, അങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയെപ്പോലെയാണ് മേഡത്തിനെ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരാരും ഞാൻ ആ പറഞ്ഞതിനെ കാര്യമായിട്ട് എടുത്തിട്ടുമില്ല, അതിൻ്റെ ഗൗരവം ഒരാരും മനസ്സിലാക്കിയിട്ടുമില്ല എന്നൊക്കെ തന്നെ പറയുകയാണ്. അന്നേരം കൃഷ്ണമോള് ഓർത്തെടുത്ത് പറയും പോലെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. ആ ശരി, അലീന ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഇങ്ങനെ പറയാം. അപ്പോഴും മനു അലീനയോട് ഒരു കെറവ് പോലെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്നിട്ടും എന്നോട് മാത്രം നീ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതെന്താ എന്നിങ്ങനെ ചോദിക്കുക. എന്നെ നീ വേണ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലൊന്നും കണ്ടിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അലീനയ്ക്ക് ഒരു നാണവും ചിരിയൊക്കെ വരുന്നുണ്ട്. അന്നേരം മനു പറയുന്നുണ്ട്, ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഒരു കള്ളച്ചിരിയും ചിരിച്ചോണ്ട് നിന്നാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഞാൻ ആരൊക്കെ ഈ കാര്യങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിച്ചോ അവരെല്ലാം അറിയുകയും ചെയ്തും ഞാൻ ആരറിയണമെന്ന് ആഗ്രഹിച്ചോ ആ ആൾ മാത്രം ഈ സത്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടുമില്ല എന്ന് പറയുക. അപ്പം മനു പറയുന്നുണ്ട്, ആൻറ്റി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അറിയിക്കണമെന്നുണ്ട്, പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എങ്ങനെ ഈ വിവരം ആൻറ്റി അറിയിക്കുന്ന ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ ക്ലൂ കൊടുത്താലോ എന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ പറയാം, ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു രഹസ്യം അറിഞ്ഞു എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയെന്ന് കരുതിയ കുഞ്ഞ് ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ കേട്ടു, ഒന്ന് അന്വേഷിച്ച് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാലോ എന്നൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതെങ്ങനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കാൻ നോക്കിയാലും അവസാനം എല്ലാവരും എൻ്റെ മേലിലോട്ടാണല്ലോ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് അതൊന്നും വേണ്ട മനുവേട്ട, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ എന്നൊക്കെ തന്നെ അലീന പറയുക. നന്നായിട്ട് ആലോചിച്ച് തന്നെ ഒരു മാർഗം കണ്ടെത്തണം, അല്ലാതെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനു പറയുകയാണ്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബാലചന്ദ്രനും ഗംഗാധരനും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. വൈജയുടെ റൂമിൻ്റെ അടുത്തോട്ട് എത്തുമ്പോഴേക്കും ബാലേന്ദ്രൻ അവിടെ മാറി നിൽക്കുകയാണ് കേട്ടോ. അന്നേരം ഗംഗാധരൻ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, വൈജയെ കാണാനായിട്ട് കയറുന്നില്ലേ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ ഉടനെ പറയുന്നുണ്ട്, ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അവൾക്ക് ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാനും അവൾക്ക് ചികിത്സാ സംബന്ധമായ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അല്ലാതെ കാപട്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു കിടക്കുന്ന ആ സ്ത്രീയെ പ്രേമിക്കാനോ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ആ പ്രേമം കൊണ്ടോ ഒന്നും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ്റെ ആ മറുപടി കേട്ടിട്ട് ഗംഗാധര മേനോന് വിഷമമൊക്കെ ആവുന്നുണ്ട്. ഗംഗേട്ടൻ പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ പോയി വൈജയെ ഒന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഗംഗേട്ടൻ വൈജയുടെ അടുത്തോട്ട് കയറി പോവുകയാണ്. അവിടെ നേഴ്സ് നിൽപ്പുണ്ട്. നേഴ്സിൻ്റെ അടുത്ത് വൈജയ്ക്ക് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ നേഴ്സ് തിരിച്ചു പറയുന്നുണ്ട്, കുറച്ച് സംസാരിക്കാൻ, കൂടുതൽ നേരം ഒന്നും സംസാരിക്കാൻ പറ്റില്ല, അധികം നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മുറിവിൽ നിന്ന് ബ്ലഡൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ.
എന്നിട്ട് ഗംഗേട്ട നേഴ്സിനോട് പറയുന്നുണ്ട്, എനിക്ക് വൈജയോട് കുറച്ച് കാര്യങ്ങൾ സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട്, ഒന്ന് പുറത്തോട്ട് നിൽക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഗംഗേട്ടൻ്റെ ഈ പറച്ചിൽ കേട്ടിട്ട് നേഴ്സിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു മനസ്സിലാ മനസ്സോടെ തന്നെ ആ നേഴ്സ് പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. നേഴ്സ് പോയതിനു ശേഷം വൈജയന്തിയോട് ഗംഗാധരൻ പറയുന്നുണ്ട്, നീ വയ്യാതെ കിടക്കുകയാണെങ്കിലും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് പറയുക. എന്നിട്ട് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, എടി ശരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടം വരെ എത്തിച്ചത് നീ ഒറ്റ ഒരാളല്ലേ? ശരിക്കും അലീന എന്തിനാ വീട്ടിലോട്ട് വന്നത്? അമ്മയെ നോക്കാനായിട്ടല്ലേ? അവൾ അവിടെ നിന്ന് അമ്മയെ നന്നായിട്ട് നോക്കി. അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാറാവുമ്പോഴേക്കും അവൾ പോയാനല്ലോ. എന്നിട്ട് നീ അവളെ കൊണ്ട് വീട്ടുജോലിയെല്ലാം എടുപ്പിക്കാനും അവളെ വേശ്യയാക്കാനും കള്ളിയാക്കാനും അങ്ങനെ പല പരിപാടികളും നീ ആ കുട്ടിയോട് ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടല്ലേ ഇപ്പം ഞാണുവിനെ ശരിക്കും ഒരു രാജവമ്പാലെ പോലെ നീ ആക്കിയെടുത്തത്? അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വൈജ പറയുന്നുണ്ട്, അതെ, എല്ലാ തെറ്റും എൻ്റേതാ, എൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചെന്നുള്ള രീതിയിൽ പറയുമ്പോഴേക്കും ഗംഗാധര മേനോന് ദേഷ്യം വരികയാണ് കേട്ടോ. ഗംഗാധര മേനോൻ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, അതെ, എല്ലാ തെറ്റും നിൻ്റെ തന്നെയാണ്, അത് നീ സമ്മതിക്കണം. അത് സമ്മതിക്കാൻ മാത്രമല്ല, അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ നീ മാറാനും തയ്യാറാവണമെന്ന് പറയുകയാണ്. അന്നേരം വൈജ ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 3 ആങ്ങളമാരും കൂടിയിട്ട് അലീനയെ ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്നോളാൻ സമ്മതിച്ചത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, അതേ ഒരു നിവൃത്തിയുള്ളൂ, അല്ലാതെ അയാളുടെ സ്വന്തം മോളെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ വൈജയെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വൈജ ചോദിക്കുന്നുണ്ട്, സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ ഏതോ ഒരു തെരുവിൽ കിടന്ന് വേശിക്കൊണ്ടായ മോൾക്കല്ല ആ സ്ഥാനം കൊടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ വൈജ പറയുമ്പോഴേക്കും ഗംഗേട്ടന് നല്ല ദേഷ്യം വരികയാണ് പിന്നെയും. കാരണം ഈ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വൈജനെ തന്നെയാണല്ലോ വിളിക്കുന്നത്. വൈജനെ തന്നെയാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും വൈജയ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, പണ്ട് ആഗ്ര എന്ന പട്ടണത്തിൽ നീ കാണിച്ചത് എന്തൊക്കെയായിരുന്നു? അപ്പം വൈജ ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഗംഗേട്ടൻ എപ്പോഴും ആഗ്രയിലെ കാര്യങ്ങൾ എടുത്തിടുന്നത്? അത് 10-23 വർഷം മുമ്പ് നടന്നു പോയ കാര്യമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ അല്ലായിരുന്നോ ബാലചന്ദ്രൻ്റെ ജീവിതത്തിലും? 10-23 വർഷം മുമ്പ് അയാൾക്ക് പറ്റിയ അബദ്ധമെന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പം ആ ബന്ധത്തിൽ അയാൾക്ക് ഒരു കുട്ടിയുണ്ടെന്ന് മനസ്സിലായി. അതേ അവസ്ഥ നിനക്കുണ്ടായാൽ നീ എന്ത് ചെയ്യും? 10-23 വർഷം മുമ്പ് നീ പ്രസവിച്ച കുഞ്ഞ് വളർന്നു വലുതായി ഇന്ന് നിന്റെ അടുത്ത് വന്നിട്ട് അമ്മയെന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യും? നീ അതിനെ ആട്ടിപ്പായിക്കുവോ? ഇല്ലല്ലോ. നീ ഒരു അമ്മയാണെന്ന നിലയിൽ നീ അതിനെ ഒന്നും ചെയ്യാൻ പോണില്ല. നീ അവളെ നിന്റെ അടുത്തുനിന്ന് ആട്ടിപ്പായിക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഗംഗേട്ടൻ വൈജയോട്. ഗംഗേട്ടൻ ഇത് ചോദിക്കുമ്പോഴേക്കും വൈജയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്ന ഗംഗാധരനെ കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ കാണിക്കുന്നത് ഗംഗാധര മേനോൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും വൈജയ്ക്ക് ഒരു മാറ്റവും തന്നെയില്ല. വൈജയുടെ അഹങ്കാരം ഒരു പൊടിക്ക് പോലും കുറഞ്ഞിട്ടില്ല. വൈജ പറയുന്നുണ്ട്, വൈജയന്തി താമസിക്കുന്ന വീട്ടിൽ അലീന ഉണ്ടാവില്ല. അങ്ങനെ അലീന അവിടെ ഉണ്ടെങ്കിൽ വൈജയന്തി വേറെ വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറി താമസിക്കും എന്ന് പറയുക. പിന്നീട് ഇറങ്ങി വന്നിട്ട് ബാലചന്ദ്രനോട് സംസാരിക്കുന്ന ഗംഗാധരനെ കാണിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രനും പറയുന്നുണ്ട്, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, കൈ കൂപ്പി തൊഴുത് അവളുടെ മുമ്പിൽ നിന്നോണ്ട് ഞാൻ പറയാം, രാജ്ഞി എന്തു വേണമെങ്കിലും രാജ്ഞിയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ജീവിച്ചോ, വേറെ പുരുഷൻ്റെ കൂടെ വേണമെങ്കിലും ജീവിച്ച് കുട്ടികളെ ഉണ്ടാക്കിക്കോ, ഞാനൊരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് മാറി നിന്നോളാം, അത് മതിയെന്നൊക്കെ തന്നെ ഇങ്ങനെ ഗംഗേട്ടനോട് ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.